അങ്ങനെ ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു ഡയറ്റ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കേട്ടോ, ഈ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിരിയാണി കേട്ടോ. കാരണം വെച്ചാൽ ഓയിൽ എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ യൂസ് ചെയ്യുന്നില്ല, നെയ്യ് യൂസ് ചെയ്യുന്നില്ല, അങ്ങനെയുള്ളൊരു ഐറ്റംസാണ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പക്ക ചിക്കനിലുള്ള നെയ്യിൻ്റെ ആ ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ആദ്യം തന്നെ നമ്മളെല്ലാ സാധനവും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി റോസ് കൈമേൻ്റെ അരി, പിന്നെ നല്ല ചിക്കൻ ഉണ്ട്, പിന്നെ മല്ലിച്ചപ്പ്, പുതിന, പിന്നെ വലിയ ഉള്ളിയുണ്ട്, തക്കാളി, ഇഞ്ചി, മുളക്, വെളുത്തുള്ളി. ഈ ഒരു എത്ര സാധനം മതി നമുക്ക്. പിന്നെ നമ്മൾ ഈ എന്താ ചെയ്യുക, ചിക്കൻ നന്നായിട്ട് കഴുകി എടുത്ത് വെക്കുക, അതേപോലെ അരി നന്നായിട്ട് കഴുകുക. പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട്, ഉള്ളി നല്ല നൈസായിട്ട് അരിയണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉള്ളി അരിയാനുള്ള പ്ലാനിലാണ്. അങ്ങനെ ഉള്ളി നമ്മൾ നല്ല ക്ലീൻ ആക്കിയിട്ട് നല്ല നൈസായിട്ട് ഇതുപോലെ നമ്മൾ അരിഞ്ഞു വെക്കുക. ഈ ഒരു സെറ്റപ്പിൽ നമ്മൾ കറക്റ്റായിട്ട് അരിഞ്ഞു വെക്കണം. നമ്മൾ എത്രയ്ക്കാണോ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഉള്ളി എടുക്കണം. പിന്നെ നമ്മൾ അടുത്തത് തക്കാളി കുറച്ചൊരു തിക്കുള്ള ലെവലിലാണ് അരിയേണ്ടത്, ഓവർ തിക്നെസ് കുറച്ച് അരിയരുത്. അപ്പോൾ തക്കാളി ഇതേപോലെ നല്ല നൈസായിട്ട് തക്കാളി അരിഞ്ഞു വെക്കുക. എന്നിട്ട് അടുത്ത് നമ്മൾ ഉള്ളി, വെളുത്തുള്ളിയും ഇഞ്ചി, മുളകും കൂടെയുള്ള ഒരു പേസ്റ്റ് ഉണ്ടാക്കുക. പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓവർ പേസ്റ്റ് ആവരുത്, അത്യാവശ്യം ലെവലിൽ നമ്മൾ ഈ ഒരു സാധനം വെച്ച് ഇങ്ങനെ അടിച്ചെടുക്കുക അല്ലെങ്കിൽ ചതച്ചെടുക്കുക. അങ്ങനത്തെ ഒരു ലെവലിൽ നമ്മൾ ആ ഒരു സാധനം ചെയ്യാം. ഓവറായിട്ട് പേസ്റ്റാക്കിയ രൂപത്തിലാക്കിയെടുക്കരുത്. ഇതേപോലെ അത്യാവശ്യം ആ ഒരു ചതച്ച ലെവലിൽ ഈ ഒരു സാധനം ചെയ്തെടുക്കുക. എന്നിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കുക കേട്ടോ. നല്ല രീതിക്ക് ചതഞ്ഞുണ്ട് നമ്മൾ അടിച്ചത്. അപ്പോൾ ആ ഒരു സംഗതി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കുക്കർ എടുത്തിട്ട് നമ്മൾ ഉള്ളി അതിലേക്ക് ഇടാം. ഉള്ളി ഇട്ടിട്ട് നമ്മൾ ഒന്ന് തക്കാളിയും കൂടെ അതിൻ്റെ കൂട്ടത്തിലേക്ക് ഇടുക. എന്നിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത സെക്ഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ അടിച്ച് വെച്ച ഈ ഒരു പേസ്റ്റ് ഉണ്ടല്ലേ, ഇഞ്ചി, വെളുത്തുള്ളി, മുളകിൻ്റെ ആ ഒരു സാധനം അതിലേക്ക് അത്യാവശ്യത്തിന് വേണ്ട, മുഴുവനായിട്ട് ഇടരുത്, അത്യാവശ്യത്തിന് വേണ്ട ഇടുക. എന്നിട്ട് മല്ലിച്ചപ്പും പുതിനയും ഇടുക. ആദ്യം പുതിന ഇട്ടു, അതിൻ്റെ മുകളിൽ നമ്മൾ മല്ലിച്ചപ്പ് ഇട്ടു കേട്ടോ. അങ്ങനെ മല്ലിച്ചപ്പും പുതിനയും ഇടുക. പിന്നെ നമ്മളെ ഈ ബിരിയാണി മസാല അല്ലേ, ഗരം മസാല, ബിരിയാണി മസാല നമുക്ക് അടിച്ചുണ്ടാക്കുക. അല്ല വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതായാലും മതി. അത് അത്യാവശ്യം അതിലേക്ക് വേണ്ടത് നോക്കിയിട്ട് അതിലേക്ക് ഇടുക. അതിന് ശേഷം അത്യാവശ്യം ഇതിലേക്ക് വേണ്ട ഒരു ഉപ്പ് എടുത്തിടുക. ഇതൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് അതൊന്ന് മിക്സ് ചെയ്യട്ടോ. മിക്സിങ് ആണ് നന്നായിട്ട് വേണ്ടത്. നല്ല അടിപൊളിയായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. നല്ല രീതിക്ക് മിക്സ് ആയിക്കോട്ടെ, ഒരു കാരണവശാലും എവിടെയും ഒന്നും ആതിരിക്കേണ്ട, എല്ലാ ഭാഗത്തേക്കും ഒന്ന് പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്യുക. കാരണം വെച്ചാൽ എല്ലാ ഭാഗത്തും ഉപ്പ് കാര്യങ്ങളും ആ ഒരു നമ്മൾ അടിച്ചു വെച്ച ആ ഒരു മസാലേൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അതൊക്കെ എല്ലായിടത്തും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അടുത്ത് നമ്മൾ അതിലേക്ക് നമ്മളെ കഴുകി വെച്ച ചിക്കൻ ഇടുക. ആ ഒരു ചിക്കൻ അതിലേക്ക് എടുത്തിട്ടിട്ടും അതും നന്നായിട്ട് മിക്സ് ചെയ്യണം. ചിക്കനിൽ നന്നായിട്ട് എല്ലാ ടൈപ്പും മസാലയും നല്ല കറക്റ്റായിട്ടൊന്ന് പിടിക്കുന്ന ലെവലിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒരു കുറച്ച് നേരം ചെയ്താൽ മതി, അല്ലാതെ ഓവർ ടൈമൊന്നും ചെയ്യേണ്ട. എല്ലാ ചിക്കനും അതിലെടുത്തിട്ട് നല്ല രീതിക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. നല്ല കിടിലനായിട്ട് തന്നെ മിക്സ് ചെയ്യണം. ചിക്കനിലൊക്കെ നല്ല രീതിക്ക് മസാലയും ഉപ്പൊക്കെ ഒന്ന് സെറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. അപ്പം അത് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്യുക. കാരണം വെച്ചാൽ നമുക്കൊരു ഒറ്റ വിസിലിന് നമുക്കത് കുക്കറിൽ വെക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ചിക്കനിൽ ആ ഒരു സംഗതി മസാല ഒന്ന് റെഡിയായി കിട്ടിയാൽ ഓക്കെയാണ്. കാരണം വെച്ചാൽ ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ വേറെ ഒരു ടൈപ്പും മസാലകളും മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും നമ്മൾ വേറെ യൂസ് ചെയ്യുന്നില്ല. എന്നിട്ട് അത് കുക്കറിൽ വെക്കുക. ഒറ്റ വിസിലിന് നമ്മൾ സ്റ്റൗവിൽ വെക്കുക കേട്ടോ. കറക്റ്റ് ഒരു വിസിലടിക്കണം. അല്ലെങ്കിൽ ഒരു കുറച്ച് നേരം ഒരു വിസിലടിച്ചിട്ട് കുറച്ച് നേരം ചിക്കൻ വേവുന്ന ഒരു പകുതി മുക്കാൽ വേവെത്തുന്ന ലെവലിൽ, മുഴുവനായിട്ട് ഉടയ്ക്കുന്ന ലെവലിൽ ചിക്കൻ ഇതാകരുത്. പിന്നെ അതിലേക്ക് നമ്മൾ ഈ ജീരകം, പിന്നെ എന്താ പറയുക, നമ്മൾ പൂവ്, പട്ട, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുക. ആദ്യം ചിക്കൻ ഒന്ന് നല്ലൊരു വിസിലടിച്ച് വരട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. അപ്പോൾ ഈ കുക്കർ വിസിലടിക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് അതിലുള്ള എയറൊക്കെ നമ്മൾ പോക്കിയിട്ട് അത് ഓപ്പൺ ചെയ്തിട്ടോ. ഈ ഓപ്പൺ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട്, അപ്പോൾ ഈ ഓപ്പൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ചിക്കൻ നല്ല തുടുത്ത് വെള്ള കളറിൽ ഇങ്ങനെ വന്നിട്ടുണ്ടോ. കാരണം നമ്മൾ മസാല ഒന്നും ഇട്ടില്ല കേട്ടോ, പക്ക മസാല ഇല്ലാതെ നമ്മൾ ചെയ്തത്. അപ്പോൾ ആ നല്ല അടിപൊളിയായിട്ട് ചിക്കൻ ഇങ്ങനെ പകുതി മുക്കാൽ വേവിൽ നല്ല കിടിലനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളെ ജീരകം, ഈ കുരുമുളക്, പട്ട, പിന്നെ പൂവ്, പിന്നെ ഏലക്കായ, അങ്ങനെ എല്ലാ സാധനവും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. അത്യാവശ്യം അതിനൊക്കെ വേണ്ടൊരു അളവിൽ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ആ ഒരു സാധനം ഇടുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ കഴുകി എടുത്ത് വെച്ച അരി എടുത്തിട്ട് അതിൻ്റെ മുകളിലിടുക. അത് നല്ല നീറ്റായിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്താൽ മതി. ആ അരി എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു ചെറുനാരങ്ങ എടുക്കുക. ഒരു ചെറുനാരങ്ങേൻ്റെ
പകുതി മതി നമുക്ക്. നമ്മൾ എടുത്തതിനനുസരിച്ച് ഒരു ചെറുനാരങ്ങേൻ്റെ പകുതി എടുത്തിട്ട് ആ ഒരു ഇതിലേക്ക് കുറച്ചൊന്ന് പിഴിഞ്ഞ് കൊടുക്കുക, ചെറുനാരങ്ങ നീര്. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത അരിക്കനുസരിച്ച്, നമ്മളിപ്പം 2 ഗ്ലാസ് അരിയാണ് എടുത്തതെങ്കിൽ ഒരു 4 ഗ്ലാസ് വെള്ളം 3 ഗ്ലാസ് വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുക്കുക. അരി മുങ്ങുന്ന ലെവലിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തത് 2 ഗ്ലാസ് അരി ആയതുകൊണ്ട് ഞാൻ ഏകദേശം 2-2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഓൾറെഡി ചിക്കൻ്റെ നെയ്യ് വെള്ളമായിട്ട് വന്നതുണ്ട് അതിൽ. അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് നെയ്യ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാത്തത്, ഓയിലൊന്നും യൂസ് ചെയ്യാത്തത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നല്ല രീതിക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ചിക്കൻ ഓവറായിട്ട് ഉടയാത്ത ലെവലിൽ ഈ ഒരു മസാല വെള്ളത്തിൽ നമ്മൾ ആ അരി ഒന്ന് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല രീതിക്ക് ഇളകിയിട്ട് ഒന്ന് മിക്സ് ആയിക്കോട്ടെ, നല്ല അടിപൊളിയായിട്ട് മിക്സ് ആയിക്കോട്ടെ. ഒരു കാരണവശാലും പേടിക്കേണ്ട, നല്ല കിടിലൻ ബിരിയാണി തന്നെ കിട്ടും. അതുകൊണ്ട് മിക്സ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഒന്നും വിചാരിക്കേണ്ട, നല്ല രീതിക്ക് ഇളക്കി മറിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു രക്ഷയില്ലാത്ത ലെവലിലേക്ക് അങ്ങോട്ട് മിക്സ് ആയിക്കോട്ടെ. നല്ല രീതിക്ക് മിക്സ് ആയാൽ അത്രത്തോളം ആ ഒരു ടേസ്റ്റ് ആ ഒരു ബിരിയാണിക്ക് ഉണ്ടാവും. അങ്ങനെ ആ ഒരു സംഗതി നമ്മൾ എന്ത് ചെയ്യാം, ഇനി കുക്കറിൽ വെക്കാം. അങ്ങനെ നമ്മൾ കുക്കറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നും കൂടെ നോക്കുക ഓക്കെ ആണോ എന്ന്, നല്ല രീതിക്ക് ഇളകിയണോ, മസാല ഉണ്ടോ, ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട്, ഇനി ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക, കുറച്ചൊന്ന് ഓക്കെ ആകുക. നോക്കാനുള്ള സംഗതിയൊക്കെ ചെക്ക് ചെയ്യുക. കാരണം വെച്ചാൽ ഒരൊറ്റ വിസിലും കൂടെ അടിച്ചാൽ നമ്മൾ ബിരിയാണി ഓക്കെ. അതുകൊണ്ട് നമ്മൾ ഉപ്പ് കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് നോക്കേണ്ടതാണ്. ആയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം ഉപ്പൊക്കെ നോക്കുക. അത് നമ്മളെന്ത് ചെയ്യുക, കുക്കറിൽ വെച്ച് കുക്കർ അടച്ച് നമ്മളെല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ ആ ഒരു സ്റ്റവ് അങ്ങോട്ട് ഓണാക്കി കഴിഞ്ഞിട്ട് ഒരു വിസിലിന് നമ്മൾ വെയിറ്റ് ചെയ്യാം. ഈ ഒരു വിസിലിന് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഒരു വിസിൽ വന്നിട്ട് ആ ഫുൾ എയർ പോകുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം വെച്ചാൽ ഒരു ദമ്മ് ബിരിയാണിയിൽ എത്രത്തോളം നിൽക്കുന്നോ അത്രത്തോളം ആ ഒരു ബിരിയാണി കുറച്ചും കൂടെ ഒന്ന് നമ്മൾ ഈ ദമ്മിടുന്ന ബിരിയാണി പോലെ തന്നെ കുക്കറിൽ ആ ഒരു ദമ്മിൽ കിടക്കുക അരി, എന്നിട്ട് വേവും. അങ്ങനെ നമ്മളെ ബിരിയാണി ദമ്മൊക്കെ സെറ്റായി എയറൊക്കെ പോയി കഴിഞ്ഞാൽ വന്നിട്ടുണ്ട്. നമ്മളത് തുറന്ന് നോക്കി എടുത്തപ്പോണ്ടല്ലോ കിടിലൻ ബിരിയാണി വെച്ചാൽ കിടിലൻ ബിരിയാണി, നല്ല സോഫ്റ്റ് ചിക്കനായിട്ട് അടിപൊളി ബിരിയാണി കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ബിരിയാണി കേട്ടോ. ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ ഓയിലും നെയ്യും എന്താ പറയുക ഉപയോഗിക്കാതെ ഇത്ര നല്ല ബിരിയാണി ഉണ്ടാക്കേണ്ടത് ഞാൻ വിചാരിച്ചില്ല. അടിപൊളിയായിരുന്നു. കാരണം ഇത് കണ്ടുപിടിച്ച ആരാന്ന് എനിക്കറിയില്ല, പക്ഷേ അടിപൊളി ബിരിയാണി, ഒരു രക്ഷയില്ല.